ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പലതരം കേക്കുകളും അതുപോലെ തന്നെ ക്രിസ്മസ് വിഭവങ്ങളും ഒക്കെ പരീക്ഷിക്കുന്നുണ്ടാവും. എന്നാൽ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേക്കിന് പ്രത്യേകിച്ച് പുതുമകളൊന്നും തന്നെ ഇല്ല. കാരണം കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ച കേക്കിൻ്റെ സെയിം പ്രൊസീജിയറും അതുപോലെ തന്നെ മെഷർമെൻറ്റും ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ നല്ല നൈസായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് പുളിയില്ലാത്ത നല്ല കട്ട തൈര്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് എടുത്തിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കുറേശ്ശെ എടുത്തിട്ട് നല്ല സമയമെടുത്തിട്ട് മിക്സ് ആക്കുന്നത്. വെറ്റ് ഇൻഗ്രീഡിയൻസ് പറയുന്ന കൂട്ടത്തിൽ പാലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പാലൊരു 1/4 കപ്പ് എടുത്ത് വെക്കണം. ഈ 1/4 കപ്പ് പാലൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. എങ്കിലും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം. അര ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വെറ്റ് ഇൻഗ്രീഡിയൻസും അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം മിക്സ് ആക്കിയ ഈ ഒരു ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്. റെഡ് കളറുള്ളതും അതുപോലെ ഗ്രീൻ കളറുള്ളതുമായ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കേക്ക് ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്രീൻ കളറിൽ ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റെഡും കൂടി ഇടാൻ പോവാണ്. ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഓരോ കപ്പിലേക്കും സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കാം. കപ്പ് നിറയുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കാരണം കേക്ക് സെറ്റായി വരുന്ന സമയത്ത് അതിന് കുറച്ച് സ്പേസ് മുകളിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ 1/4 ഭാഗത്തേക്ക് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ കപ്പിലേക്കും നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കും നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഈ ടൂട്ടി ഫ്രൂട്ടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് കേക്കായി വരുന്ന സമയത്ത് നല്ലൊരു ഡിസൈൻ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാനിൽ ഈ കേക്ക് കപ്പുകൾ ഒന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ട്. 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അതിൻ്റെ ലിഡ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം വെന്തോന്ന്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അതിൽ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ കേക്കിന് അത്ര സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ബാറ്റർ ഉണ്ടാക്കി, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സാക്കി വെച്ചില്ലേ, വെച്ച ഉടനെ തന്നെ നമ്മളത് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ കുറച്ച് സമയം പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഡ്രൈ ഫോമിലേക്ക് എത്തും. ഇത് ചെയ്ത സമയത്ത് അങ്ങനെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹാർഡ് പോലെയാണ് തോന്നിയത്. ഇത് കണ്ടില്ലേ, ഇത് മുന്നേ ഉള്ള കേക്ക് പോപ്സിൻ്റെ വീഡിയോയിൽ
അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നും ഇതുപോലെ തന്നെ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാനത് കുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പൊടിച്ചെടുക്കാൻ തന്നെ പറ്റും. നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. അന്ന് പൊടിച്ചിട്ടായിരുന്നു കേക്ക് പോപ്സ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നന്നായിട്ടത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്ന് ഹാർഡായി പോകാൻ കാരണം പറഞ്ഞല്ലോ, കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തത്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരികയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ചില ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.